ഹായ്, എൻ്റെ പേര് നിയാസ് എന്നാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് വിഷയം കാർഡിയാക് അറസ്റ്റാണ്. നമ്മുടെ കലാഭവൻ നവാസ് മരിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊരു വലിയ ചർച്ച വീണ്ടും വന്നത്. കാർഡിയാക് അറസ്റ്റ് പണ്ട് തൊട്ടേ ഉള്ളതാണ്, പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നെങ്കിലും പലരും ഇപ്പോഴും അത് കറക്റ്റായിട്ട് ചെയ്യാറില്ല. അപ്പോൾ പുള്ളിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളി കറക്റ്റ് സമയത്തിന് പുള്ളിക്കൊരു CPR കിട്ടിയായിരുന്നെങ്കിൽ രക്ഷപ്പെടും എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. കാരണം ആ സന്ദർഭവും സാഹചര്യവും നമുക്കറിയില്ല. പക്ഷെ ഇനി ഉള്ള കാര്യങ്ങൾക്ക്, അതായത് ഇനി ആർക്കെങ്കിലും അങ്ങനെ വരുവാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിനെപ്പറ്റി അറിയണം. എങ്ങനെയാണ് ഒരാൾ ബോധരഹിതനായി കിടക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ കാർഡിയാക് അറസ്റ്റായി ഒന്ന് കിടക്കുവാണ്, അയാൾക്ക് എങ്ങനെ പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ CPR എങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. മെഡിക്കൽ പ്രൊഫഷണൽസിന് എന്തായാലും അവർക്ക് അറിയാം, കാരണം അവർ ഇതിനോട് പഠിക്കുന്നതാണ്. അവർക്ക് അതിൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സാധാരണ ആളുകൾക്ക്, അല്ലെങ്കിൽ നോൺ മെഡിക്കൽസ്, വീട്ടുകാർ, നമ്മളെ എന്താ പറയുക, വീട്ടിലുള്ള അമ്മമാർ, അല്ല അച്ഛന്മാർ, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയില്ല. ഇതെങ്ങനെ ചെയ്യണമെന്നറിയില്ല. ചിലവർ പാനിക്കായി പോയി ഈ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, AED എന്ന് പറഞ്ഞൊരു ഡിവൈസും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുകയാണെന്നും നമ്മളെല്ലാവർക്കും പഠിപ്പിക്കണം. അതിപ്പം യൂട്യൂബിലും എല്ലായിടും ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഉണ്ട്. ഇപ്പോൾ എങ്ങനെ CPR കൊടുക്കാം, AED എങ്ങനെ ഉപയോഗിക്കാം ഉണ്ട്. അപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും AED അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ രാജ്യത്ത് ഞാൻ വന്ന സമയത്ത് നമുക്ക് കണ്ടത് ലുലു മാള്, എയർപോർട്ട്, പിന്നെ ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണ് ഞാൻ AED പ്ലേസ് ചെയ്തേക്കുന്നത് കണ്ടിട്ടുള്ളത്. അല്ലാതെ മറ്റ് നമ്മുടെ സ്ഥലങ്ങളിലൊന്നും AED ഇല്ല. പിന്നെ AED വെച്ചാൽ മാത്രം പോരെ, ഇത് എങ്ങനെ ഉപയോഗിക്കുകയാണെന്നും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. കാരണം എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം AED. ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി AED എടുത്തുകൊണ്ട് വന്ന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ, അത് എങ്ങനെയാണത് ഒരാൾക്ക് ഉപയോഗിക്കേണ്ടതെന്ന് സാധാരണ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. അപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്നാൽ സാധാരണക്കാർക്ക്, അതായത് മെഡിക്കലോ അങ്ങനെയുള്ള ഒന്നുമല്ല, എങ്ങനെ ഒരാൾക്കത് കണ്ടുപിടിച്ച് പെട്ടെന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാൻ പറയുവാണ്. അത് നിങ്ങളൊരാളെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസ്, ബസ്സോ ട്രെയിനോ അല്ലെങ്കിൽ പൊതുവഴിയോ എവിടെയെങ്കിലും ഒരാൾ നെഞ്ചുവേദന ഒന്ന് വീണു, നിങ്ങൾ കണ്ടില്ല, ചെന്നപ്പോൾ ഒരാൾ അനക്കമില്ലാതെ കിടക്കുവാണെന്ന് വെച്ചു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓടിച്ചെന്ന് അയാൾ കിടക്കുന്ന സ്ഥലം സേഫാണോ നോക്കുക. ഇപ്പോൾ വെള്ളമോ കറണ്ടോ അല്ലെങ്കിൽ തീയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ അവിടുന്ന് സ്വല്പം മാറ്റി കിടത്തുക. അല്ല അയാൾ നോർമലായിട്ടൊരു സ്ഥലത്താണ് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ തറയിലോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിച്ചെന്ന് എന്ത് ചെയ്യുക, അയാൾ നല്ല രീതിയിൽ തട്ടി വിളിക്കുക, ചെസ്റ്റിലോ ഇങ്ങനെ തട്ടി വിളിക്കുക, ഹലോ ഹലോ ഹലോ, എണ്ണിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, കണ്ണ് തുറക്ക്, നിങ്ങൾ ഓക്കെ ആണോ, ഹലോ ഹലോ. ഒരു റെസ്പോണ്ടും ഇല്ല, അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ഒരു 3 തൊട്ട് 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അയാൾക്ക് ശ്വാസം ഉണ്ടോ നോക്കുക. അയാളുടെ ചെസ്റ്റ് പൊങ്ങി താങ്ങി ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്യുക, എത്രയും വേഗം ഇങ്ങനെ നോക്കുക, അനക്കം ഉണ്ടോ ഇല്ലയോ നോക്കുക. ഒരനക്കവും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നെഞ്ചിങ്ങനെ താക്കുകയും പൊക്കുകയും ചെയ്യുന്ന പരിപാടി, അതിനാണ് ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ എന്ത് ചെയ്യും, ഏതാണോ നിങ്ങളുടെ ഡോമിനൻ്റ് ഹാൻഡ്, വലതോ ഇടതോ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. ഈ ഭാഗമില്ലേ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഭാഗത്ത് വെക്കേണ്ടത്. ഇപ്പം എൻ്റെ വലത് കൈയിലാണ് ഞാനിവിടെ വെക്കുന്നത്. അതായത് നമ്മുടെ ഈ 2 നിപ്പിൾസിൻ്റെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ തൊട്ട് താഴെയുള്ള ഭാഗം, അതായത് നെഞ്ചിന് താഴെ എന്നാൽ വയറിന് മുകളിൽ. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് തൊട്ട് താഴെ ഇവിടെ ചെറിയൊരു ഭാഗമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡോമിനൻ്റ് ഹാൻഡിൻ്റെ ഈ ഭാഗം അവിടെ വെക്കുക, മറ്റേ കൈ ഇങ്ങനെ വെക്കുക. ഓക്കെ, നിങ്ങളുടെ മുട്ട് നേരെ ആയിരിക്കണം. എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ പറഞ്ഞു തരുവാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഒരാളിവിടെ ഉണ്ടെന്ന് വെക്കുക, അയാളുടെ നെഞ്ചാണെന്ന് വിചാരിക്കുക, എൻ്റെ കൈ ഇവിടെ വരുന്നു, ഇത് അയാളുടെ നെഞ്ചാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇങ്ങനെ 30 പ്രാവശ്യം എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നോക്കുക. 1:30 ഇതിൻ്റെ ഒരു റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ പറഞ്ഞാലും മതി. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ 30 വരെ നിൽക്കുക.
വീണ്ടും നോക്കുക. പൾസ് നോക്കാൻ അറിയാമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാരോട്ടിഡ് പൾസ് നോക്കാൻ ശ്രമിക്കുക. ഇവിടെ ആർക്ക് കൈവച്ചാലും അറിയാൻ പറ്റും നമ്മുടെ കാരോട്ടിഡ് പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അടുത്തിപ്പോൾ നിങ്ങൾ എല്ലാവരെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടെന്നറിയാം, എമർജൻസി കോൺടാക്ട് ചെയ്യുക, ആംബുലൻസിനെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ആംബുലൻസിനെ വിളിച്ച് കൊണ്ടുവരാൻ പറയുക. മൊബൈൽ സ്പീക്കർ ഇട്ടിട്ട് വേണം, സൈഡിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പരിപാടികൾ ചെയ്യാൻ. കാരണം ഇത് നിർത്തരുത്. ഇത് നിർത്തിക്കഴിഞ്ഞാൽ പോയി. ഇതൊരു ഗോൾഡൻ അവറാണ്, മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്നത്, അയ്യോ ഒരാൾ ബോധം കെട്ട് കിടക്കുന്നെന്ന് പറഞ്ഞു ഉടനെ ചാടിയെടുത്തോ ഓട്ടോയ്ക്കകത്തോ അല്ലെങ്കിൽ കിട്ടുന്ന വണ്ടിക്കകത്ത് കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പക്ഷേ ഓരോരുത്തരുടെ ഒരു ഭാഗ്യം പോലും, അതൊരു ഗോൾഡൻ ടൈമാണ്. ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾക്ക് CPR കിട്ടിയാലും ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ ആ സമയത്ത് കിട്ടില്ല. കാരണം നിങ്ങൾ ഓടി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു ചെന്നാലും ആദ്യം അവർ ഹോസ്പിറ്റലിൽ ഡോക്ടറും നഴ്സസും ചെയ്യാൻ പോകുന്നത് ഈ പരിപാടി തന്നെ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമെങ്കിൽ കുറേ ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. കാരണം ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അറ്റാക്ക് വരുന്ന പരിപാടി വളരെ കോമൺ ആണ്. ചെറുപ്പക്കാർ തൊട്ട് പല ആൾക്കാർക്കും ഇത് സംഭവം വരുന്നുണ്ട്. സോ കഴിവതും എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ മറ്റെവിടാന്ന് വെച്ചാൽ ഇത് കണ്ട് പഠിക്കുക, എങ്ങനെയാണ് CPR കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞത്. പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പാനിക്കാവാതെ നേരെ ചെല്ലുക, അയാൾക്ക് ശ്വാസം ഉണ്ടോ എന്ന് നോക്കുക, അയാൾ തട്ടി വിളിക്കുക, ശ്വാസം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഉടനെ എന്നെ കൈ പരിപാടി എടുത്ത് 1 2 3 4 5 6 7 8 എന്നും പറഞ്ഞ് എന്ത് ചെയ്യുക, ജസ്റ്റ് കംപ്രഷൻ ഇങ്ങനെ 1 2 3 അങ്ങനെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കൊടുക്കുക. ആൾ രക്ഷപ്പെട്ടോട്ടെ. ഒന്നുമില്ലാത്തതിനെക്കാട്ടി എന്തോ ഭേദമല്ലേ നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുക. പിന്നെ AEDയുടെ കാര്യം, ഈ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ, അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഗൂഗിൾ ചെയ്തു അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് അതെങ്ങനെയാണെന്ന് പഠിക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു ഡിവൈസാണ്. അതായത് നമ്മൾ ആരുമില്ലാത്തൊരു സ്ഥലത്താണ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ ഈ ആംബുലൻസോ അല്ലെങ്കിൽ മറ്റ് സർവീസോ വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ AED കൊണ്ടുവച്ചിട്ട് അതിന് 2 പാച്ച് വരും, ഇവിടെയും വെക്കുക, കണക്ട് ചെയ്യുക, CPR കൊടുക്കുക. അതിനിടയ്ക്ക് ഈ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഹാർട്ടിൻ്റെ റിതം ചെക്ക് ചെയ്തിട്ട് പറയും ഇയാൾക്ക് ഷോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൈ എടുക്കുക, ഷോക്ക് ബട്ടൺ ഞെക്കുക, ഷോക്ക് കൊടുക്കും, വീണ്ടും കണ്ടിന്യൂ CPR. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരാളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരും. അതുകൊണ്ട് ഇനിയുള്ള എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു വീട്ടിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുക, പാനിക്കാവാതിരിക്കുക. ഹാർട്ട് അറ്റാക്ക് കോമൺ ആണ്, ആർക്കെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് സ്ത്രീകൾ ജനങ്ങൾക്കൊക്കെ പറഞ്ഞു, കാരണം കൂടുതലും ഹാർട്ട് അറ്റാക്ക് വരുന്നത് പുരുഷന്മാർക്കാണ്. അതുകൊണ്ട് അമ്മ, ചേച്ചി, പെങ്ങൾ, ഭാര്യ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. പിന്നെ വീട്ടിലുള്ള പിള്ളേർ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. കൂടുതൽ പഠിക്കാമല്ലോ, കൂടുതൽ നിങ്ങൾക്ക് യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ChatGPTയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് എല്ലാവരും പറഞ്ഞു തരും. സോ നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.